വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ത്രൂ ഔട്ട് ദ സെഷൻ ഫ്ലാറ്റ് പെർഫോമൻസ് നടത്തുകയും അവസാന അരമണിക്കൂറിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരികയും ചെയ്ത ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് 2.6% ഉയർന്ന് 3189 രൂപയ്ക്കടുത്തായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് നൽകിയത്. 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന മൈൽ സ്റ്റോണും റിലയൻസ് ഇൻഡസ്ട്രീസ് മറികടന്നു. റിലയൻസിൻ്റെ 52 വീക്ക് ഹൈ 3197, 52 വീക്കിലോ 2220. 55,500 കോടി രൂപയുടെ ഒരു മാസീവ് IPOയ്ക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തയ്യാറെടുക്കുന്നുവെന്ന് ET Now റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അവസാന അരമണിക്കൂറിൽ റിലയൻസ് എന്ന സ്റ്റോക്കിൽ റാലി വന്നതെന്ന് പൊതുവെ അനുമാനിക്കപ്പെടുന്നത്. റിലയൻസ് ജിയോയുടെ IPOയ്ക്ക് വേണ്ടിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് തയ്യാറെടുക്കുന്നത്. ഇതിനു മുന്നോടിയായിട്ട് റിലയൻസ് ജിയോ താരിഫ് ഹൈക്ക്, അതായത് ടെലികോം സെക്ടറിലെ താരിഫ് ഹൈക്ക് നടപ്പിലാക്കുകയും 5G ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ IPOയ്ക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് തയ്യാറെടുക്കുന്നത്. 55,500 കോടി രൂപയുടെ IPOയാണ് വരാൻ പോകുന്നതെന്ന് ജെഫ്രീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെയുള്ള ഏറ്റവും വലിയ IPO LICയുടേതായിരുന്നു. അത് 21,000 കോടി രൂപയുടേതായിരുന്നു. ഇതിനുശേഷം ഇനി ഹ്യുണ്ടായി മോട്ടേഴ്സിൻ്റെ ഒരു IPO വരാനുണ്ട്. ഈ IPO ഏകദേശം 25,000 കോടി രൂപയുടേതാണ്. ഇതിനേക്കാൾ ഡബിൾ സൈസിലുള്ള ഒരു IPOയ്ക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് തയ്യാറെടുക്കുന്നത്. ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്രാവശ്യത്തെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ജിയോ IPOയുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇതിനു മുന്നോടിയായി ജിയോയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി അതിൻ്റെ ആവറേജ് റവന്യൂ പെർ യൂസർ ഉയർത്തുകയും താരിഫ് ഹൈക്ക് നടപ്പിലാക്കുകയും 5G ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓവറാൾ $133 ബില്യൺ വാല്യുവേഷനുള്ള കമ്പനിയായിട്ടാണ് റിലയൻസ് ജിയോയെ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് 67% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. $133 ബില്യൺ വാല്യുവേഷൻ, അതായത് ഏകദേശം 11.11 ലക്ഷം കോടി രൂപയുടെ വാല്യുവേഷനുള്ള ഒരു കമ്പനി IPO കൊണ്ടുവരുമ്പോൾ 5% സ്റ്റേക്കുകളെങ്കിലും ഈ IPOയിൽ സെൽ ചെയ്യണം. അതായത് 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വാല്യുവേഷനുള്ള ഒരു കമ്പനി IPO കൊണ്ടുവരുമ്പോൾ അതിൻ്റെ 5% സ്റ്റേക്കുകൾ സെൽ ചെയ്യണം. ഈ കാൽക്കുലേഷൻ വെച്ചാണ് ഏകദേശം 55,500 കോടി രൂപയുടെ ഒരു IPOയ്ക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് തയ്യാറെടുക്കുന്നുവെന്ന് ജെഫ്രീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി റിലയൻസിൻ്റെ ജിയോയിൽ 67% സ്റ്റേക്ക് ഹോൾഡിങ്ങും മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന് തന്നെയാണ്. ബാക്കിയുള്ള 32.9%-ൽ 17% സ്റ്റേക്ക് ഹോൾഡിംഗ് മെറ്റ, ഗൂഗിൾ തുടങ്ങിയ കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നു. ബാക്കിയുള്ള 15.25% സ്റ്റേക്ക് ഹോൾഡിംഗ് സിൽവർ ലേക്ക്, KKR, കാറ്റർലോട്ടൺ, ജനറൽ അറ്റ്ലാന്റിക്, TPG തുടങ്ങിയ പ്രൈം ഇൻവെസ്റ്റിംഗ് കമ്പനികളാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. റിലയൻസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അപ്ഡേറ്റ്, റിലയൻസ് 5G ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ചില താരിഫ് പ്ലാനുകൾ, അതായത് അൺലിമിറ്റഡ് താരിഫ് പ്ലാനുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 51 രൂപ, 101 രൂപ, 181 രൂപ തുടങ്ങിയ താരിഫ് പ്ലാനുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുവഴി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് 5G ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി 5G ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ 5G ബിസിനസ്സിൽ കൂടി റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ കൂടി റിലയൻസ് ഇൻഡസ്ട്രീസിനുണ്ട്. ഓവറാൾ ഈ ന്യൂസുകളുടെ ഇമ്പാക്റ്റ് എന്ന വണ്ണം സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് എടുത്ത് ക്ലോസിംഗ് നൽകി. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞു. ആദ്യം സ്റ്റോക്ക് 2250-നും 2750-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു. 2750-ൽ നിന്നും സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വരികയും 3050 വരെ സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. പിന്നീട് ബ്രേക്കൗട്ട് ലെവലായ 2750-നെ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും ഇപ്പോൾ 3000 എന്ന ലെവലിന് മുകളിൽ ബ്രേക്കൗട്ട് നൽകുകയും 3175-നടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി 3000 ആയിരിക്കും സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട്. 2750, 2800 തുടങ്ങിയവ സ്റ്റോക്കിൻ്റെ മേജർ സപ്പോർട്ടായും പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.